വാട്ട് ഈസ് ബിഗ് ബാങ്? ബിഗ് ബാങ് എന്നുള്ളത് നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മുടെ ഇത് ഭാവിയിൽ മാറോട്ടോ, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത്. കാരണം ഈ ബിഗ് ബാങ് എന്നുള്ള ഐഡിയ വന്നിട്ട് ഇപ്പോൾ ഒരു 100 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ പല പല ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഐഡിയാസ് വെച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കൺസെപ്റ്റാണ് ബിഗ് ബാങ് പറയുന്നത്. ബിഗ് ബാങ് എന്നുള്ളത് നമ്മൾ പേരേക്കുന്ന പോലെ തന്നെ ഒരു പൊട്ടിത്തെറിയാണ്. അതായത് പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ നമ്മളൊരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലായിടത്തേക്ക് അകന്നകന്ന് പോകുക എന്നുള്ളതല്ല. യൂണിവേഴ്സിന്റെ എല്ലായിടത്തും ഒരേ സമയം ഒരേ ഒരു പൊട്ടിത്തെറിയാണ്. അതൊരു ഒറ്റ പോയിന്റിലുള്ള ഒരു പൊട്ടിത്തെറിയല്ല, എല്ലാം ഒരു പൊട്ടിത്തെറിയായിരുന്നു. പിന്നെ ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം നമ്മൾ ബിഗ് ബാങ്ങിന്റെ കഥ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബാങ് ഉണ്ടായിട്ട് ഒരു സെക്കൻഡിന് ശേഷമുള്ള സംഭവങ്ങളെ പറ്റി നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. ഈ ഒരു സെക്കൻഡിന് മുന്നുള്ളത് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 10⁻⁻11 സെക്കൻഡ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെക്കൻഡിൽ ഞാനിപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഒരു 10,000 കോടി പ്രാവശ്യം ഞാൻ ക്ലാപ്പ് ചെയ്യാണെന്ന് വരിക. അപ്പോൾ ഒരു ക്ലാപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം, ആ സമയം, അതായത് ബിഗ് ബാങ് ഉണ്ടായിട്ട് ആ ഒരു സമയത്തിന്റെ ഡിഫറൻസ്, ആ ഒരു സമയം വരെയുള്ള സംഭവങ്ങളെ പറ്റി നമുക്ക് യാതൊരു ധാരണയില്ല. പക്ഷെ അതിന് ശേഷമുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട്. ധാരണയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറീസ് ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി. പക്ഷെ തിയറി നമ്മൾ തിയറിയും ഒബ്സർവേഷൻസ് പറയുമ്പോൾ രണ്ട് രീതിക്ക് കേൾക്കുക ആൾക്കാർ.